Hello friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി 1 കിലോ യെല്ലോ സ്ട്രൈപ്സ് കാർഡ് അല്ലെങ്കിൽ സുവാപ്പാര എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഫിഷാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ്. ഇന്നത്തെ റെസിപ്പി നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത് മമ്മിയാണ്. എന്നാൽ സമയം ഒട്ടും കളയാനില്ല. വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നല്ലതുപോലെ കഴുകി വരഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മമ്മി? 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി. ഇനി എന്താണ്? 3 സ്പൂൺ മുളക് പൊടി. ഓക്കെ. ഇനി 1.5 സ്പൂൺ ഗരം മസാല. 1.5 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 3/4 സ്പൂണോളം വരും. ഇനി നമുക്കത് എങ്ങനെ വെള്ളം ചേർത്താണോ മേ? നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി നമുക്കിതുപോലെ ഒരു മിക്സ്ചർ ഉണ്ടാക്കണം നമ്മുടെ മീനിൽ അപ്ലൈ ചെയ്യാനല്ലേ. അപ്പോൾ ഇതുപോലെ ആവശ്യാനുസരണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടായിരുന്നു തോന്നുന്നല്ലേ? കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി കരിവേപ്പില ഒരു തണ്ട് ഇടുക. ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഓരോ മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓരോ മീൻ നമുക്കിതുപോലെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അല്ലേ? നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ മസാലയൊക്കെ മീനിൽ നന്നായി പിടിച്ച് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ആണ്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. ഇനി നമുക്ക് നോക്കാം ഇതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന്. എന്തൊക്കെയാണ്? 1.5 സ്പൂൺ കുരുമുളക് പൊടി. അത് ചതച്ച്, നല്ല പൊടിയാക്കണ്ട, ചതച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒരു 1.5 ടീസ്പൂൺ ഇതുപോലെ കുരുമുളക് ഒന്ന് ചതച്ചിട്ടാൽ മതിയാവും. അപ്പോൾ ഇച്ചിരി കടിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ അതുപോലെ ഇട്ട് നമുക്ക് ഒരു എത്ര നേരം ഇത് വെക്കണം? 1/2 മണിക്കൂർ വെക്കാം. ഓക്കെ, ഒന്ന് സെറ്റാകാൻ വേണ്ടി നമുക്ക് ഒരു 1/2 മണിക്കൂർ എടുത്ത് വെക്കാം. ഇപ്പം കണ്ടോ, നല്ല ഒരു കളറും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇപ്പം 1/2 മണിക്കൂർ ആയിട്ടുണ്ടല്ലേ? നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഓക്കെ, സ്റ്റൗ കത്തിച്ചൊരു പാൻ വെക്കാം. അത് ആവുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്തൊക്കെ ഓയിൽ നമുക്കിതിൽ? മതി, ഓയിലായാലും മതി. വെളിച്ചെണ്ണയോ ഓയിലോ ഏതെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും അല്ലേ? അതെ. ഇപ്പം നമ്മുടെ പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഓരോ മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഓരോ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മീൻ അത്ര പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു മീനല്ല കേട്ടോ. നല്ലൊരു ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ്. സാധാരണ പൊടിഞ്ഞു പോകുന്ന ടൈപ്പുള്ള മീനല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ വീടുകളിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ഇത് 3 മാത്രമാണ് നമ്മൾ സാധാരണ ചേർക്കാറ്. ഗരം മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറും. അല്ലേ മമ്മി? അതെ. ഇനി നന്നായി തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാം. ഇതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാം. മമ്മി, നമ്മുടെ വ്യൂവേഴ്സിനോട് മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.